ഒരാഴ്ചയിൽ നടന്ന വാർത്താ ചിത്രങ്ങളിലൂടെ ഒരു തിരിഞ്ഞുനോട്ടം. നമസ്കാരം, വാരാന്ത്യ വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പോയ വാരത്തെ പ്രധാന തലക്കെട്ടുകളിലൂടെ. ആരോപണ പ്രത്യാരോപണങ്ങളാണ് ഓരോ ആഴ്ചയിലെയും വാർത്തകളെ പ്രാധാന്യമുള്ളതാക്കുന്നത്. കഴിഞ്ഞ തവണ ഹേമ കമ്മിറ്റി റിപ്പോർട്ടായിരുന്നെങ്കിൽ ഇത്തവണ PV അൻവർ MLA DGPക്ക് എതിരായുള്ള ആരോപണമാണ് ഏറെ പ്രാധാന്യമുണ്ടായിരുന്നത്. ഈ വിഷയത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. CBI അന്വേഷണം വേണമെന്ന് CK പത്മനാഭനും അന്വേഷണം കേന്ദ്ര ഏജൻസിക്ക് വിടണമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസും പ്രതികരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് NGO യൂണിയനും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷനും കലക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തി. ഇടതു ഭരണകാലഘട്ടം ലോട്ടറി തൊഴിലാളികളുടെ വസന്തകാലമെന്ന് MV ജയരാജൻ. ഓണത്തിന്റെ വരവറിയിച്ച് ചെണ്ടുമല്ലികൾ പൂത്തുലഞ്ഞു. ഒരു കൊട്ട പൂവുമായി ജില്ലാ പഞ്ചായത്തും. പൂക്കളത്തിൽ ഇടം പിടിക്കാൻ ജയിൽ പൂക്കളും വിളവെടുത്തു. വിലക്കുറവും ഓഫറുകളുമായി സപ്ലൈകോയും ഒരുങ്ങി. മലബാർ മെറ്റൽസിന് പുതിയ കെട്ടിടം. തോട്ടടയിലേത് കെൻസ TMTയുടെ മലബാറിലെ വിൽപ്പന കേന്ദ്രം. നോക്കാം വിശദമായ വാർത്തകൾ. PV അൻവർ MLA ADGPക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ പ്രതികരിച്ച് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കോൺഗ്രസ് വനിതാ നേതാവ് സിമി റോസ്ബെല്ലിന്റെ ആരോപണത്തിൽ കോൺഗ്രസ് നേതൃത്വം മറുപടി പറയണമെന്നും MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. ആരോപണം ഉന്നയിച്ചയാളെ കോൺഗ്രസ് പുറത്താക്കുകയാണ് ചെയ്തതെന്നും MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. PV അൻവറിന്റെ ആരോപണങ്ങൾ പാർട്ടിയും സർക്കാരും ഗൗരവമായി പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ആരോപണങ്ങൾ സർക്കാരും പാർട്ടിയും പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. കണ്ണൂർ വിമാനത്താവളത്തിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഉയർന്നു വന്ന എല്ലാ പ്രശ്നങ്ങളും ഗവൺമെൻറ്റും പാർട്ടിയും ആവശ്യമായ രീതിയിലുള്ള ഗൗരവത്തോടുകൂടി തന്നെ എല്ലാ വശങ്ങളും എല്ലാ ഭാഗവും പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. അല്ല, അവരുന്നയിച്ച കാര്യം പത്രത്തിലൊക്കെ ഇന്ന് വന്നിട്ടുണ്ട്, വാർത്ത വന്നിട്ടുണ്ട്. അതെല്ലാം കോൺഗ്രസ്സാണ് മറുപടി പറയേണ്ടത്. അതായത് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉന്നയിച്ച ഒരാളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുന്നു എന്നതിനെ പറ്റിയിട്ടുള്ള കാര്യമാണ് അവരിന്ന് പറഞ്ഞിട്ടുള്ളത്. അത് കോൺഗ്രസ്സാണ് മറുപടി പറയേണ്ടത്. ADGPക്കെതിരായ അന്വേഷണത്തിൽ CBI അന്വേഷിക്കണമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം CK പത്മനാഭൻ. അന്വേഷണം താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്നത് പരിഹാസ്യമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ളവർ അദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കുന്നതായും CK പത്മനാഭൻ കണ്ണൂരിൽ ആരോപിച്ചു. അത് അതീവ ഗുരുതരമായിട്ടുള്ളൊരു ആരോപണമാണ്. പോലീസിലെ വളരെ സമുന്നതനായ ADGPക്കെതിരെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ ദേശസുരക്ഷയെ തന്നെ ബാധിക്കുന്ന ചില കാര്യങ്ങൾ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് ആരോപണം വന്നിട്ടുള്ളത്. അതുകൊണ്ട് അത് ശരിക്കും ദേശീയ ഏജൻസി തന്നെ അന്വേഷിക്കേണ്ടി വരും. ഇപ്പോഴ് മുഖ്യമന്ത്രിക്ക് മുകളിൽ ഒരു ആഭ്യന്തരമന്ത്രി ഉണ്ടെന്നാണ് ഇപ്പോഴിതിൽ നിന്ന് മനസ്സിലാകുന്നത്. മുഖ്യമന്ത്രിക്ക് അവരെ ഭയമാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് മുഖ്യമന്ത്രിയുടെ പെരുമാറ്റം. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ദേശീയ തലത്തിൽ CBIയുടെ അന്വേഷണം വേണ്ടിവരും. ADGPയുടെ ക്കെതിരായിട്ടുള്ള ആരോപണം ഉന്നയിക്കാൻ വേണ്ടി താഴെ തട്ടിലുള്ള അദ്ദേഹത്തിന് കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരെ ഏർപ്പെടുത്തിയത് തന്നെ വാസ്തവത്തിൽ അതൊരു പരിഹാസ്യമായിട്ടുള്ള ഒരു ഏർപ്പാടാണ്. ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു രീതിയാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കേന്ദ്ര ഏജൻസി ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം നടത്തണം. അത് സാധാരണ രീതിയിലുള്ള ഒരു ആരോപണമല്ല. നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയെ, നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ സുരക്ഷയെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്ന ഒട്ടനവധി പ്രവർത്തനങ്ങളിൽ ഈ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഏർപ്പെട്ടിട്ടുണ്ട്. അതിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ആളുകൾ അതിന് സംരക്ഷണം കൊടുക്കുന്നുണ്ട് എന്നാണ് അൻവർ MLA ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇത് കേവലം ഒരു MLAയും മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ പിണറായി വിജയനും അൻവറും തമ്മിലുള്ള ഒരു സൗന്ദര്യപ്പിണക്കത്തിൻ്റെ പ്രശ്നങ്ങളൊന്നുമല്ല ഉള്ളത്. അതിനേക്കാൾ അധികം നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടനവധി ഗൗരവമേറിയ വിഷയങ്ങൾ അദ്ദേഹം ഉയർത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് കേന്ദ്ര ഏജൻസി അന്വേഷിക്കുക തന്നെ വേണം. മാത്രമല്ല ഈ ADGPയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണത്തിന് മാത്രമേ പ്രസക്തിയുള്ളൂ. ADGP ആ സ്ഥാനത്തിരുത്തിക്കൊണ്ട് കീഴുദ്യോഗസ്ഥന്മാരോട് അദ്ദേഹം ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞാൽ അതൊരിക്കലും നീതിപൂർവമായിരിക്കില്ലല്ലോ. അത് വാസ്തവത്തിൽ ഒരു പരിഹാസ്യമായിട്ടുള്ള ജനങ്ങളെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തുന്ന ഒരു നിലപാടാണ്. കോർപ്പറേറ്റുകൾ വാഴുന്ന രാജ്യത്ത് സമൂഹത്തിൽ ഏറ്റവും ദരിദ്രരായവരുടെ ജീവിതമാർഗമാണ് ലോട്ടറി ടിക്കറ്റ് വിൽപ്പന എന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. ഇടതു ഭരണകാലഘട്ടം ലോട്ടറി തൊഴിലാളികളുടെ വസന്തകാലമാണെന്നും ജയരാജൻ പറഞ്ഞു.
കണ്ണൂർ സി കണ്ണൻ സ്മാരക മന്ദിരത്തിൽ ലോട്ടറി തൊഴിലാളി യൂണിയൻ CITU ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് കിട്ടുന്ന സമ്പത്തിന്റെ 10 മടങ്ങാണെന്ന് മാത്രമല്ല, ഒരു മുതലാളി ഇപ്പൊ നമ്മൾ അവരെ പേരിട്ട് വിളിക്കുന്ന കോർപ്പറേറ്റ് എന്നാണ്. എന്താ ഈ കോർപ്പറേറ്റ് എന്ന് ചോദിച്ചാൽ ഉത്തരം പെട്ടെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും. ചിലപ്പോൾ ഉത്തമനൊക്കെ പറയാൻ കഴിയും. എന്താ കോർപ്പറേറ്റ് കുറിച്ച് പറഞ്ഞിട്ട് എന്താ ഈ കോർപ്പറേറ്റ് എന്നുള്ളത് നമ്മൾ ഒരുപാട് പ്രസംഗം കേൾക്കുന്നതല്ലേ. കോർപ്പറേറ്റ് എന്നാൽ എന്ത്? കോർപ്പറേറ്റ് എന്ന് പറയുന്നത് $100 കോടി സ്വന്തമായി ഉള്ള ആളാണ് കോർപ്പറേറ്റ്. ഒന്നുകിൽ ഒരു വ്യക്തിയാവാം, അല്ലെങ്കിൽ ഒരു കമ്പനിയാവാം. എത്രയാ പറഞ്ഞത്? $100 കോടി സ്വന്തമായുള്ള. ഡോളറിലാണേ ഞാൻ പറഞ്ഞത്, ഉറുപ്പിയല്ല. 100 കോടി ഉറുപ്പിയല്ല. $1 എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇന്ത്യൻ ഉറുപ്പിക? നമ്മളൊന്ന് വൈകുന്നേരത്തെ കൈരളി ചാനലിന്റെ വാർത്തയിൽ ഒന്ന് നോക്കണം. അതിൽ കാണിച്ചു $1 സമം ഇത്ര ഉറുപ്പിക. ഇടതുഭരണ കാലഘട്ടം ലോട്ടറി തൊഴിലാളികളുടെ വസന്തകാലമാണെന്ന് ജയരാജൻ പറഞ്ഞു. M. സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. TB സുബൈർ, PS ബിന്ദു, BS അഫ്സൽ, കാടൻ ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി വാരാന്ത്യ വാർത്തകളിൽ ഒരു ഇടവേള. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc in Fashion Designing, Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനർ ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. ഓണം വന്നേ, തിരുവോണം വന്നേ, പൂക്കൾ വിടർന്നേ, പൂമ്പാറ്റകൾ പറന്നേ, പൂവേ പൊലി, പൂവേ പൊലി, പൂവേ പൊലിയേ. ഓണം വന്നേ, തിരുവോണം വന്നേ, സന്തോഷം വിരിഞ്ഞേ, സന്തോഷം. ഓണം വന്നേ, തിരുവോണം വന്നേ, പൂക്കൾ വിടർന്നേ, പൂമ്പാറ്റകൾ പറന്നേ, പൂവേ പൊലി, പൂവേ പൊലി, പൂവേ പൊലിയേ. സന്തോഷം വിരിഞ്ഞേ, സന്തോഷം. ഓണം വന്നേ, തിരുവോണം വന്നേ, പൂക്കൾ
പൂക്കൾ വിടർന്നേ പൂമ്പാറ്റകൾ പറന്നേ പൂവേ പൊലി പൂവേ പൊലിയേ ഓണമുണ്ടെങ്കിൽ സന്തോഷവുമുണ്ട്. ഓണമുണ്ടെങ്കിൽ ഓണക്കോടിയുമുണ്ട്. ലുലു സാരീസ് കോടിയുടുത്ത് ഓണം. ലുലു സാരീസ് കണ്ണൂർ, തലശ്ശേരി ആൻഡ് കുറ്റ്യാടി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. വാർത്തയിലേക്ക്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ KGOA ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. കളക്ടറേറ്റിന് മുന്നിൽ KGOA സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CK ഷിബു സമരം ഉദ്ഘാടനം ചെയ്തു. ആ സമ്മേളനം അംഗീകരിച്ച പരിപാടി പ്രമേയം മുന്നോട്ട് വെച്ചിട്ടുള്ള നമ്മെ ഏവരെയും വല്ലാതെ ബാധിക്കുന്ന 6 മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇന്ന് കേരളത്തിലെമ്പാടും എല്ലാ ജില്ലകളിലും ജില്ലാ കളക്ടറേറ്റുകൾക്ക് മുന്നിലേക്കും കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രമായ തലസ്ഥാനത്ത് രാജ്ഭവന് മുന്നിലേക്കും കേരളത്തിലെ ഗസറ്റഡ് ഓഫീസർമാർ ഇത്തരത്തിലുള്ള ആവേശോജ്വലമായ ഉജ്ജ്വലമായ മാർച്ചിലും ധർണയിലും പങ്കാളിയായിട്ടുള്ളത്. കേരളത്തിലെ ജനപക്ഷ ബദൽ സർക്കാരിന് പിന്തുണ നൽകുക, സ്ത്രീപക്ഷ നവകേരളത്തിന് അണിചേരുക, കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പോരാടുക, മതേതര ഫെഡറൽ മൂല്യങ്ങൾ സംരക്ഷിക്കുക. കേരളത്തിലെ ജീവനക്കാർക്കുൾപ്പെടെ ഇന്ന് ഏറെ ആശങ്ക ഉണ്ടാക്കിയിട്ടുള്ള പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ചുകൊണ്ട് നിർവചിത പെൻഷൻ മുഴുവൻ ജീവനക്കാർക്ക് അനുഭവവേദ്യമാക്കുക, ക്ഷാമബത്ത കുടിശ്ശിക നൽകുകയും കഴിഞ്ഞ ശമ്പള പരിഷ്കരണ കുടിശ്ശിക അടിയന്തരമായി അനുവദിക്കുകയും ചെയ്തുകൊണ്ട് പുതിയ ശമ്പള പരിഷ്കരണ നടപടികൾക്ക് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക. കാര്യക്ഷമവും അഴിമതിരഹിതവുമായ ഒരു സിവിൽ സർവീസിനായി മുന്നേറുക. അതോടൊപ്പം തന്നെ എല്ലാ വിഭാഗം ജനങ്ങളെയും ബാധിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും പോക്കറ്റ് കാര്യമാക്കുന്ന വിലക്കയറ്റത്തെ അതിരൂക്ഷമായ വിലക്കയറ്റം നിയന്ത്രിക്കുവാൻ നടപടി സ്വീകരിക്കുക. ഈ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള ഗസ്റ്റ് ഓഫീസർ അസോസിയേഷൻ നടത്തിയിട്ടുള്ള ഈ ഉജ്ജ്വലമായ മാർച്ചും ധർണയും നിങ്ങളുടെ ഓരോരുത്തരുടെ അനുവാദത്തോടു കൂടി കേരള ജനപക്ഷ ബദൽ നയങ്ങൾക്ക് കരുത്തു പകരുക, സ്ത്രീപക്ഷ നവകേരള സൃഷ്ടിക്കായി അണിനിരക്കുക, കേന്ദ്ര ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പോരാടുക, മതനിരപേക്ഷ ജനാധിപത്യ ഫെഡറൽ മൂല്യം സംരക്ഷിക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക, മുഴുവൻ ജീവനക്കാർക്കും നിർവചിത പെൻഷൻ അനുവദിക്കുക, അഴിമതിരഹിതവും കാര്യക്ഷമവുമായ സിവിൽ സർവീസിനായി മുന്നേറുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു ധർണ. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് K ഷാജി അധ്യക്ഷനായി. PP സന്തോഷ് കുമാർ, അനൂപ് കവണിശ്ശേരി, TV സിന്ധു, ഡോക്ടർ KM രശ്മിത, KV ഷിജിത്ത്, TO വിനോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിനോടനുബന്ധിച്ച് നടന്ന ധർണ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, ക്ഷാമാശ്വാസം 6 ഗഡു അനുവദിക്കുക, ക്ഷാമാശ്വാസ പെൻഷൻ പരിഷ്കരണ കുടിശ്ശികകൾ ഉടൻ വിതരണം ചെയ്യുക, മെഡിസപ്പിലെ ന്യൂനതകൾ പരിഹരിക്കുക, ജീവാനന്ദ പദ്ധതി ഉപേക്ഷിക്കുക, ഫെസ്റ്റിവൽ അലവൻസ് വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത്. സ്റ്റേഡിയം കോർണറിലെ നെഹ്റു പ്രതിമയ്ക്ക് സമീപത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് നഗരം ചുറ്റി കലക്ടറേറ്റിന് മുൻവശം സമാപിച്ചു. ജനവിരുദ്ധ അല്ലെങ്കിൽ ജീവനക്കാർക്കെതിരെയുള്ള നിലപാടുകൾക്കെതിരെയുള്ള ശക്തമായ ഒരു താക്കീതായി തന്നെ നമ്മൾ ഇതിനെ കാണേണ്ടിയിരിക്കും. ഈ ഗവൺമെന്റ് അധികാരം ഏറ്റെടുത്തതിന് ശേഷം കേരളത്തിലെ പെൻഷൻകാരോടും കേരളത്തിലെ ജീവനക്കാരോടും കാണിക്കുന്ന അവഗണന, ആ അവഗണനയ്ക്കെതിരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ശക്തമായ സമര പരിപാടികൾ നിരന്തരമായി നടത്തിയിട്ടും യാതൊരുവിധ തത്വനിഷ്ഠയുമില്ലാത്ത നിലപാടുകളാണ് ഈ ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ചു, പെൻഷൻ പരിഷ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ ഗവൺമെന്റിന്റെ സമീപനം എന്താണ്? അതുപോലെ തന്നെ ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇതിലൊന്നും തന്നെ ഗവൺമെന്റ് കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കുവാൻ വേണ്ടി ഈ ഗവൺമെന്റിന് സാധിക്കുന്നില്ല. നമ്മളിവിടെ രാജൻ മാസ്റ്റർ സൂചിപ്പിച്ചു, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ 2013 തന്നെ അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇവിടെ നമ്മൾ എത്തി നിൽക്കുന്നത് ഈ മാസം കഴിഞ്ഞിരിക്കുകയാണ്. ഗവൺമെന്റ് എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്.
ജില്ലാ പ്രസിഡന്റ് കെ മോഹനൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ കെ വി ഫിലോമിന, എം പി വേലായുധൻ, ടി കരുണാകരൻ, ടി വി ഗംഗാധരൻ, രവീന്ദ്രൻ കോയോടൻ, രാജേഷ് ഖന്ന, യു കെ ബാലചന്ദ്രൻ, നിഷാജ് ഇ ടി തുടങ്ങിയവർ സംസാരിച്ചു. നാരായണൻ കൊയ്റ്റി, കെ കൃഷ്ണൻ, സി എൽ ജേക്കബ്, വി എൻ രമണി, ടി പി രാജീവൻ, പി ലക്ഷ്മി തുടങ്ങിയവർ നേതൃത്വം നൽകി. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഓണത്തിന് ഒരു കൊട്ട പൂവിന് പകരം ഒരു പൂക്കാലം തന്നെയാണ് നൽകിയതെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പദ്ധതിയായ ഓണത്തിന് ഒരു കൊട്ട പൂവ് ചെണ്ടുമല്ലി കൃഷിയുടെ ജില്ലാതല വിളവെടുപ്പ് ഉദ്ഘാടനം അഴീക്കോട് ചാൽ പി സിലീഷിന്റെ തോട്ടത്തിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പല നിറത്തിലുള്ള പൂക്കൾ നിറഞ്ഞ 1000 ഇടങ്ങൾ ഈ പദ്ധതിയിലൂടെ സൃഷ്ടിച്ചു. വയനാടിന്റെ ദുരന്ത പശ്ചാത്തലത്തിൽ വേദനാജനകമായ ഓണക്കാലമാണെങ്കിലും നമുക്ക് ആ ദുരന്തത്തെ മറികടന്ന് മുന്നോട്ട് പോയേ മതിയാവൂ എന്ന് മന്ത്രി പറഞ്ഞു. പല നിറത്തിലുള്ള പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന 1000 ഇടങ്ങളാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഈ ജില്ലയിൽ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇപ്രാവശ്യത്തെ ഓണം നമുക്ക് എല്ലാവർക്കും അറിയാം. വയനാടിന്റെ ഹൃദയഭേദകമായ ദുരന്ത പശ്ചാത്തലത്തിൽ വേദനാജനകമായ ഓണമാണ്. പക്ഷേ ആ വേദനയെ, ദുരന്തത്തിൻ്റെ ആഘാതത്തെ ഒക്കെ മറികടക്കാൻ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ സഹായിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. നമുക്കതിനെയൊക്കെ മറികടന്ന് മുന്നോട്ട് പോയേ മതിയാവും. വളരെ ഭാവനാപൂർണമായ, നവീനമായ, വ്യത്യസ്തമായ ഒരു പരിപാടി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിച്ചിരിക്കുകയാണ്. ഓണത്തിന് ഒരു മുട്ട പൂവ്, അല്ലേ? ഒരു മുട്ട പൂവ് എന്നാണ് മുദ്രാവാക്യം. നമ്മൾ സാധാരണ കേട്ടിട്ടില്ലേ, ഒരു പൂ ചോദിച്ച ഒരു പൂക്കാലം തന്നെ തന്നു എന്ന്. ഇവിടെ ഒരു കൊട്ട പൂന്ന് പറഞ്ഞു, ഇപ്പോൾ ഒരു പൂക്കാലം തന്നെ ഇവിടെ ജില്ലാ പഞ്ചായത്ത് സൃഷ്ടിച്ചിരിക്കുകയാണ്. ഭാവനാപൂർണമായ നവീന പദ്ധതിയാണ് ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കിയതെന്ന് മന്ത്രി അഭിനന്ദിച്ചു. പൂക്കർഷകനായ സിലേഷിനെ മന്ത്രി പൊന്നാടി അണിച്ച് ആദരിച്ചു. 30 സെന്റ് സ്ഥലത്ത് 10,000 മഞ്ഞ, ഓറഞ്ച് ചെണ്ടുമല്ലി തൈകളാണ് സിലീഷ് കൃഷി ചെയ്തത്. പദ്ധതിയുടെ ഭാഗമായി 1000 കേന്ദ്രങ്ങളിലായി 2,33,482 ഹൈബ്രിഡ് തൈകളാണ് ജില്ലാ പഞ്ചായത്ത് കൃഷിഭവൻ മുഖേന വിതരണം ചെയ്തത്. ചടങ്ങിൽ കെ വി സുമേഷ് MLA അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, വികസന സ്ഥിരം സമിതി ചെയർപേഴ്സൺ UP ശോഭ, കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC ജിഷ, അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K അജീഷ്, വാർഡ് മെമ്പർ ഹൈമ എന്നിവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ കൃഷിവകുപ്പിന്റെ SHM പദ്ധതി പ്രകാരം കണ്ണൂർ സ്പെഷ്യൽ സബ് ജയിലിൽ കൃഷി ചെയ്ത ചെണ്ടുമല്ലികയുടെ വിളവെടുപ്പ് നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു. ഉത്തരമേഖല ജയിൽ DGP സുനിൽ കുമാർ ആദ്യ വിൽപ്പന തളിപ്പറമ്പ് കാർഷിക വികസന ബാങ്ക് കൺസോർഷ്യം വൈസ് ചെയർമാൻ LV മുഹമ്മദിന് നൽകിക്കൊണ്ട് നിർവഹിച്ചു. പുഴാതി കൃഷി ഓഫീസർ ശ്രീകുമാറിന്റെ മേൽനോട്ടത്തിൽ ജയിൽ അന്തേവാസികളാണ് ചെണ്ടുമല്ലി പൂക്കൃഷി ചെയ്തത്. സെൻട്രൽ ജയിലിലെ 1.5 ഏക്കർ സ്ഥലത്ത് കഴിഞ്ഞ ജൂലൈ മാസത്തിലാണ് 1500ഓളം ചെണ്ടുമല്ലി തൈകൾ നട്ടുപിടിപ്പിച്ചത്. പലരും ഈ ഒരു പദ്ധതി ജില്ലാ പഞ്ചായത്ത് 6 വർഷമായി ഈ പദ്ധതി നടപ്പിലാക്കാൻ തുടങ്ങിയിട്ട്. ആദ്യം ഈ പദ്ധതി പ്രഖ്യാപിച്ച സമയത്ത് ഞങ്ങളോട് ചോദിച്ചൊരു ചോദ്യം, ഈ കണ്ണൂരൊക്കെ ചെണ്ടുമല്ലി ഇങ്ങനെ വരിയോ എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. കാരണം ഈ മഴയും ഇവിടുത്തെ ഒരു മണ്ണും ഇതൊക്കെ ചെണ്ടുമല്ലിക്ക് അനുയോജ്യമാണ്. കർണാടകയിലും തമിഴ്നാട്ടിലും മാത്രമല്ല ഇതൊക്കെ വിരിയും. നമ്മളാണെങ്കിൽ ഈ ഗുണ്ടൽപേട്ടിലാണ് പോയിട്ട് പൂക്കൾ വാങ്ങും. ഈ പൂക്കളുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നേരെ ഗുണ്ടൽപേട്ടിലേക്കൊന്ന് യാത്ര പോകണം. അതായിരുന്നു നമ്മുടെ അവസ്ഥ. പക്ഷെ ആ ഗുണ്ടൽപേട്ടിനെ ഇപ്പം കണ്ണൂരിലേക്ക് നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ ഈ ജയിലിൻ്റെ പുറത്ത് വളരെ മനോഹരമായ രീതിയിലാണ് നല്ല ഓറഞ്ച് ചെണ്ടുമല്ലിയും മഞ്ഞ ചെണ്ടുമല്ലിയും വിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓറഞ്ച് ചെണ്ടുമല്ലി ഏതാണ്ട് വിരിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ മഞ്ഞയ്ക്ക് കുറച്ചുകൂടി സമയം വേണം. എനിക്ക് തോന്നുന്നു ഓണം ആ തിരുവോണത്തിൻ്റെ തലേ ദിവസം നമുക്ക് പറിക്കാൻ അതിന് സാധിക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ മഞ്ഞ വിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ചോദിച്ചപ്പോൾ നമ്മുടെ ജയിലിലെ അന്തേവാസികൾ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അത് ചെയ്ത നിങ്ങളെ പ്രത്യേകം ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു. ചടങ്ങിൽ സെൻട്രൽ ജയിൽ ആൻഡ് കറക്ഷൻ ഹോം സൂപ്രണ്ട് K വേണു അധ്യക്ഷനായി. കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ P രേണു പദ്ധതി വിശദീകരിച്ചു. ജില്ലാ ജയിൽ സൂപ്രണ്ട് KK റിനിൽ, വനിതാ ജയിൽ സൂപ്രണ്ട് A റംല BV, പുഴാതി കൃഷി ഓഫീസർ ശ്രീകുമാർ, PT സന്തോഷ്, KK ബൈജു എന്നിവർ സംസാരിച്ചു. സ്പെഷ്യൽ സബ് ജയിൽ സൂപ്രണ്ട് EV ജിജേഷ് സ്വാഗതവും അസിസ്റ്റന്റ് സൂപ്രണ്ട് KV വിൻസെന്റ് നന്ദിയും പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ പ്രിസൺ മെഡലിന് അർഹരായ TA പ്രഭാകരൻ, S ഷാജി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. സെൻട്രൽ ജയിലിന് മുന്നിലെ 1ാം കൌണ്ടറിൽ നിന്നും നേരിട്ട് ആവശ്യക്കാർക്ക് വിപണി വിലയേക്കാൾ കുറഞ്ഞ നിരക്കിൽ പൂക്കൾ വിതരണം ചെയ്യും.
വിലക്കുറവും ഓഫറുകളുമായി സപ്ലൈകോ ജില്ലാ ഓണം ഫെയറിന് തുടക്കമായി. കണ്ണൂർ താലൂക്ക് കോൺഫറൻസ് ഹാളിൽ സപ്ലൈകോ ഒരുക്കിയ ജില്ലാ ഓണം ഫെയർ രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ 6 ലക്ഷത്തോളം വരുന്ന AAY കാർഡുടമകൾക്കും വിവിധ ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും NPI കാർഡുടമകൾക്കും സപ്ലൈകോ മുഖേന സൗജന്യ ഓണക്കിറ്റ് ലഭ്യമാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. അതാണ് പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന മന്ത്രി നിയമസഭയിൽ സപ്ലൈകോ വഴി അരി വിതരണം 10 കിലോ അരി വർദ്ധിപ്പിക്കും. സപ്ലൈകോ മുഖേന നിലവിൽ നൽകി വരുന്ന 5 കിലോ അരി ഓണത്തോടനുബന്ധിച്ച് 10 കിലോ അരിയായി വർദ്ധിപ്പിക്കും. ജയ, മട്ട, കുറുവ, പച്ചരി എന്നീ ഇനങ്ങൾ എല്ലാം ചേർത്ത് പരമാവധി 10 കിലോ അരി സബ്സിഡി നിരക്കിൽ സപ്ലൈകോ വിൽപ്പനശാലകളിൽ തീരുമാനിച്ചു. ഇത് അതിന്റെ ഹ്രസ്വമായ രൂപമാണ്. അനുബന്ധമായി ഓണക്കാലത്ത് സന്തോഷത്തോടെ സുഭിക്ഷമായി ഓണം ആഘോഷിക്കാൻ കഴിയുന്ന നിലയിൽ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നതിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സാധനങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്താൻ സംസ്ഥാന സർക്കാർ അടിയന്തര നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇത് കഴിഞ്ഞ 8 ദിവസം കഴിയുമ്പോഴാണ് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചുള്ള ആഘോഷ പരിപാടികളുണ്ട്. ഇതെല്ലാം ഈ ഓണം എന്ന് പറഞ്ഞാൽ സൗഹൃദത്തിന്റെ, സമാധാനത്തിന്റെ, മതേതര ഭാവങ്ങളുടെ ആത്മപ്രകാശം ചെയ്യില്ല. ജാതിയുടെ മതത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ഓണം, ഓണത്തിന്റെ ഓർമ്മകൾ അതാണ്. വയനാട് ദുരന്തബാധിത പ്രദേശത്തെ മുഴുവൻ പേർക്കും 14 ഇനങ്ങൾ അടങ്ങിയ ഓണക്കിറ്റ് സൗജന്യമായി നൽകും. ഓണം ഫെയറിൽ 13 ഇനം സബ്സിഡി സാധനങ്ങൾക്കൊപ്പം പഴം, പച്ചക്കറി ഉൽപ്പന്നങ്ങളും ലഭ്യമാണ്. ജില്ലാ ഫെയറിന് പുറമെ നിയോജക മണ്ഡല അടിസ്ഥാനത്തിലുള്ള ഫെയറുകളും സംഘടിപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. മേയർ മുസ്ലിഹ് മഠത്തിൽ അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂർ ആദ്യ വിൽപ്പന നിർവഹിച്ചു. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ വെള്ളോറ രാജൻ, അഡ്വക്കേറ്റ് റഷീദ് കവ്വായി, M ഉണ്ണികൃഷ്ണൻ, ജോയി കൊന്നക്കൽ, ധീരജ് C, അസ്ലം പിലാക്കിൽ, VK ഗിരിജൻ, അശോകൻ, PC രതീഷ് ചിറക്കൽ, TC മനോജ് എന്നിവർ സംസാരിച്ചു. ജില്ലാ സപ്ലൈ ഓഫീസ് സീനിയർ സൂപ്രണ്ട് EK പ്രകാശൻ സ്വാഗതവും സപ്ലൈകോ കണ്ണൂർ ഡിപ്പോ മാനേജർ ഷാജു K നന്ദിയും പറഞ്ഞു. സെപ്റ്റംബർ 14 വരെയാണ് ഓണം ഫെയർ. എല്ലാ ദിവസവും രാവിലെ 9:30 മുതൽ രാത്രി 8 വരെ പ്രവർത്തിക്കും. 13 സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ പ്രമുഖ ബ്രാൻഡുകളുടെ 200-ലധികം ഉൽപ്പന്നങ്ങൾക്ക് വൻ വിലക്കുറവാണ് സപ്ലൈകോ നൽകുന്നത്. നെയ്യ്, തേൻ, കറിമസാലകൾ, മറ്റു ബ്രാൻഡഡ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ, പ്രധാന ബ്രാൻഡുകളുടെ ഡിറ്റർജന്റുകൾ, ഫ്ലോർ ക്ലീനറുകൾ, ടോയ്ലറ്റിലേക്കുള്ള ഉൽപ്പന്നങ്ങൾ തുടങ്ങി വിവിധ ഉൽപ്പന്നങ്ങൾക്ക് 45% വരെ വിലക്കുറവും പ്രത്യേകം ഓഫറുകളും നൽകുന്നുണ്ട്. സപ്ലൈകോ ബ്രാൻഡായ ശബരി ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക വിലക്കുറവും കോംബോ ഓഫറുകളുമുണ്ട്. ശബരി സിഗ്നേച്ചർ കിറ്റ് എന്ന പേരിൽ ആകർഷകമായ ക്യാരി ബാഗിൽ 55 രൂപയുടെ 6 വിവിധ ശബരി ഉൽപ്പന്നങ്ങൾ 189 രൂപയ്ക്ക് നൽകും. ഓണം ഫെയറുകളും സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളും ഉച്ചയ്ക്ക് 2 മുതൽ 4 മണി വരെ ഡീപ് ഡിസ്കൗണ്ട് അവേഴ്സ് നടപ്പിലാക്കും. വിവിധ സബ്സിഡി ഇതര സാധനങ്ങൾക്ക് സപ്ലൈകോ നിലവിലെ വിലക്കുറവിന് പുറമെ 10% വരെ വിലക്കുറവായിരിക്കും ഈ സമയത്ത് നൽകുക. വിവിധ ഉൽപ്പന്നങ്ങൾക്ക് MRPയേക്കാൾ 50% വരെ വിലക്കുറവും ലഭിക്കുന്നുണ്ട്. തോട്ടട മലബാർ മെറ്റൽസിന്റെ പുതിയ കെട്ടിടം കൗസല്യ കമ്പനിക്ക് മുൻവശം പ്രവർത്തനം ആരംഭിച്ചു. അഴീക്കോട് MLA KV സുമേഷ് ഉദ്ഘാടനം ചെയ്തു. കെൻസ TMTയുടെ മലബാറിലെ വിൽപ്പന കേന്ദ്രമാണ് മലബാർ മെറ്റൽസ്. മുപ്പത് വർഷത്തെ സമ്പന്നമായ വൈദഗ്ധ്യമുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച TMT ബാറുകളാണ് കെൻസ TMT ബാറുകൾ. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരള സംസ്ഥാനത്തുടനീളം ശക്തവും വിപുലവുമായ ഉപഭോക്തൃ ശൃംഖലയാണ് കമ്പനിക്കുള്ളത്. ക്വാളിറ്റിയിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്ത കമ്പനിയുടെ ബ്രാഞ്ചാണ് തോട്ടടയിൽ ഉള്ളത്. ആധുനിക രീതിയിൽ വിപുലീകരിച്ചിട്ടുള്ള മലബാർ മെറ്റൽസിന്റെ ഉദ്ഘാടനം KV സുമേഷ് MLA ആണ് നിർവഹിച്ചത്.
11 വർഷത്തെ സേവന പാരമ്പര്യവും ഇവർക്കിവിടെയുണ്ട്. മാനേജിംഗ് പാർട്ണർമാരായ PM മുഹമ്മദ് ഹർഷാദ്, അംജദ് TP, ജയകൃഷ്ണൻ, അതുൽ, സതീശൻ, സജീവൻ, ശ്രീജിത്ത്, റഷീദ്, സിറാജ്, രത്നാകരൻ, അൻഷാദ്, മുഹമ്മദ് അലി, സനു, സെൽവൻ, സദാനന്ദൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ഉപഭോക്താക്കൾ ആഗ്രഹിക്കുന്ന വിലയിൽ മികച്ച ഗുണനിലവാരമുള്ള TMT കമ്പികളാണ് കെൻസ TMTയെ കേരളത്തിലെ ഏറ്റവും ജനപ്രിയ TMT ബ്രാൻഡാക്കി മാറ്റിയത്. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. ഇതോടെ വാരാന്ത്യം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.